നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോഗൂസ് ടെക് ട്രാവൽ ഈറ്റ്. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ഷനൊക്കെ വരികയാണ്, അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലൊക്കെയാണ്. ഇലക്ഷൻ സമ്മതിദാനം ഓരോ പൗരന്റെയും അവകാശമാണ്. അപ്പോ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ചാനലിൽ വളരെ ക്വാളിറ്റി ഉള്ള ടെക്കിനെ പറ്റിയും ട്രാവലിനെ പറ്റിയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിയുമുള്ള ക്വാളിറ്റി വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകണം. അപ്പോ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇലക്ഷനെ പറ്റിയുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മാൽ പ്രാക്ടീസസ്. ഇലക്ഷന്റെ സമയത്ത് പലതരത്തിലുള്ള മാൽ പ്രാക്ടീസസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് തടയാൻ വേണ്ടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വിജിൽ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷന് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ലൊക്കേഷൻ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും നമ്മുടെ കംപ്ലൈന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയായും നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതെല്ലാം നമ്മൾ അലവ് നൽകേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് ചോദിക്കും. ഇംഗ്ലീഷും ഹിന്ദിയുമാണ് വരിക. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ ആ ടിക്ക് മാർക്ക് കൊടുത്ത് എഗ്രി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. ഒരു OTP നൽകേണ്ടതായിട്ട് OTP നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നൽകിയ ശേഷം ഇവിടെ പേര്, അഡ്രസ്സ്, സ്റ്റേറ്റ്, അസംബ്ലി മണ്ഡലം, ഡിസ്ട്രിക്ട്, പിൻകോഡ് ഇതെല്ലാം നൽകുക. നൽകിയ ശേഷം നമുക്ക് ഫോട്ടോ, അതായത് നമ്മൾ എന്ത് പരാതിയാണോ കൊടുക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ നമ്മൾ എടുക്കേണ്ടതാണ്. എടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക. ഞാൻ ഇപ്പോൾ സാമ്പിളായി ഒരു മേശയുടെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇവിടെ എടുത്ത ശേഷം അത് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ഡിറ്റക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഇവിടെ മെൻഷൻ ചെയ്യാം. അതായത് മണി ഡിസ്ട്രിബ്യൂഷൻ, പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുക, അല്ലെങ്കിൽ മദ്യം വിതരണം ചെയ്യുക, പോസ്റ്ററോ ബാനറോ അനധികൃതമായി ഒട്ടിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വായിച്ച് നമ്മൾ ഒരു കാര്യം സെലക്ട് ചെയ്ത് നമുക്കൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്ലേസോടുകൂടി അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കംപ്ലൈന്റ് ആയി രജിസ്റ്റർ ആവും. ഈ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഒരു മാൽ പ്രാക്ടീസ് കണ്ടു, ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ടി അവരുടെ പാർട്ടിക്ക് വോട്ടിടാൻ വേണ്ടി കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ മതിലിൽ എഴുതുകയോ ബാനർ ഒട്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ 200 മീറ്റേഴ്സ് റെസ്ട്രിക്റ്റഡ് ഏരിയയിലൊക്കെ അവര് ക്യാമ്പയിൻ ചെയ്യുന്നു, അനൗൺസ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന എല്ലാ കംപ്ലൈന്റും നമുക്കൊരു ഫോട്ടോയോ ഒരു വീഡിയോ എടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പ്ലേസ് ഡിറ്റക്ട് ചെയ്യുകയും അവർക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കംപ്ലൈന്റ് എഴുതി നൽകുകയും ചെയ്യാം. സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്കെതിരെ ശക്തമായുള്ള ആക്ഷനും എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് കാണുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുക.
മാൽ പ്രാക്ടീസസ് തടയുക. നല്ല സുഗമമായ രീതിയിൽ വോട്ടിംഗ് എല്ലാം നടക്കട്ടെ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.